എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ കാലമായി നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് വളരെ അടുത്തടുത്ത് വന്ന പരീക്ഷകളും പിന്നെ മറ്റ് ചില പ്രവർത്തനങ്ങളൊക്കെ കാരണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. എന്നാലും ഇടയ്ക്ക് ചില ഷോർട്സൊക്കെ എടുത്തിരുന്നുണ്ടായിരുന്നു. അതല്ലല്ലോ പക്ഷേ നമ്മുടെ പ്രേക്ഷകരുടെ താല്പര്യം. വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത്. അത് വളരെ നീണ്ട കാലത്തിന് നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു വലിയ പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. അപ്പം കയ്യിൽ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു ശകലം പൈസ നമ്മുടെ കയ്യിൽ വേണം. അപ്പം എനിക്ക് ലോക്ക്ഡൗൺ സമയത്ത് കൃഷിഭവനിൽ നിന്ന് ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയ ഉള്ള സ്ഥലത്ത് സമ്മിശ്ര കൃഷി ചെയ്തുണ്ടാക്കിയതിനകത്ത് കിട്ടിയ സബ്സിഡിയും കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട് ആ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി. അതിനകത്ത് കുറച്ചൊക്കെ നമ്മുടേതായ ആവശ്യങ്ങൾക്കൊക്കെ മാറി, എന്നാലും ഒന്ന് തൊട്ട് തുടങ്ങി വെക്കാനുള്ളത് ബാക്കി നമുക്ക് വഴിയേ ഉണ്ടാക്കാമെന്നുള്ള കണക്കൂട്ടലാണ് നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇടയ്ക്ക് ഞാൻ അതിൻ്റെ ഒരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 20 സെക്കൻഡ് ഉള്ളൊരു ഷോർട്സാണത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടൊരു 30 മിനിറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റിവ്യൂ ബിഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നൊരു തമ്പനെയിലോട് കൂടി. അപ്പം ഞാൻ ഒത്തിരി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് മാക്സിമം നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്ക് പോവാം. അപ്പം പ്രോജക്റ്റ് നടക്കുന്ന നമ്മുടെ ഇവിടെയല്ല, നമ്മുടെ വർക്ക്ഷോപ്പിലാണ്. അപ്പം ഞാൻ നമ്മുടെ വീട്ടിലാണ്. വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഷാറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവാം. ഞാൻ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം 3 SC ലോറി കിടപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് റിഹാന, പിന്നെ ഒരു പ്രശാന്ത് എന്ന് പറയുന്ന ലോറി, പിന്നെ പുണ്യാളൻ, ചരക്കടയിലുള്ള വണ്ടിയാണ് പുണ്യാളൻ. ടെസ്റ്റ് കണക്കിന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ ഫിയറ്റ് പ്രീമിയർ പത്മിനി. അപ്പോൾ ഇവനെ ഒന്ന് ചാടിക്കാനുള്ള ശ്രമമാണ്. ഇന്നിപ്പോൾ ഇവനെ ഇറക്കി ഒന്ന് സർവീസ് ചെയ്യണം, കാറ്റൊക്കെ നിറയ്ക്കണം. അപ്പോൾ നമുക്കതിലേക്ക് കിടക്കാം. വൃത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്താൻ പോവാണ്. ഞാൻ കണക്ഷനൊക്കെ കൊടുത്ത് ഒറ്റയാളേ ഉള്ളൂ, പണിക്കാരൊന്നും ഇല്ല. അപ്പം വണ്ടി ഇറക്കി ഒന്ന് മുറ്റത്തോട്ട് ഇടാനുള്ള പരിപാടിയാണ്, സർവീസ് ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഹീറ്റ് ചെയ്തൊക്കെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ കോ ഡ്രൈവർ സീറ്റ് ഇരുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് പുറകിൽ എങ്ങനെ അവസ്ഥ നോക്കാം. ഒരു ശകലം പോലും പുകയില്ല കേട്ടോ, പുക ഒരു ശകലം പോലും ഇല്ല. സ്റ്റാർട്ടിങ് കുറച്ച് നേരം ഐഡ്ലിങ് നിൽക്കട്ടെ, ടെമ്പറേച്ചർ ഒന്ന് ആട്ടെ. വെള്ളമൊക്കെ ഉണ്ട്. ഓയിൽ മാറണം, ഗ്രീസ് അടിക്കണം, സർവീസ് ചെയ്യണം, പമ്പൊന്ന് കാണിക്കണം. ഇപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കേട്ടിരിക്കുന്നു. നമുക്കത് ചെയ്യും. ഇപ്പോൾ ഞാനെല്ലാം ഇറക്കാൻ പോകണം. ഞാൻ ഇറക്കിയിടുന്ന വീഡിയോ ഇടുന്നില്ല, ഇറക്കിയിട്ടതിന് ശേഷമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങോട്ട് കിടക്കാം. ഞാൻ നമ്മുടെ വണ്ടിക്കകത്ത് കയറി. ഞാനപ്പോൾ ക്ലച്ച് ചവിട്ടിയിട്ട് ക്ലച്ച് പെഡൽ അതൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ക്ലച്ച് പെഡൽ ജാമാണ്. അപ്പോൾ അതൊന്ന് ഫ്രീ ആക്കണം. അപ്പോൾ അതൊന്ന് ഫ്രീ ആക്കട്ടെ. വേണ്ട, അപ്പം നമ്മുടെ വീല് ഞാനിപ്പോൾ അഴിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ വീല് അഴിച്ചപ്പോൾ ഉണ്ടായ സംഭവം എന്നാ അറിയോ, ഇത് ജാമായ പോലെ തോന്നി. വീല് ജാമായിരുന്നു. അപ്പോൾ തുരുമ്പ് കയറിയതാണ്. ഞാൻ മൊത്തം അഴിച്ച് മാസ്റ്റർ സിലിണ്ടർ വീൽ സിലിണ്ടറിൻ്റെ ബക്കറ്റൊക്കെ മാറി പുതിയൊക്കെ മേടിച്ചിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പം കയറി വെച്ച് മുറുക്കി തന്നെ ഇപ്പോൾ പാച്ച് നമുക്ക് ഇതേൻ്റെ വീൽ അഴിക്കണം. തന്നെ ഇതിനടിയിലൊക്കെ പാച്ചുണ്ട്. ഈ റൈറ്റ് സൈഡിലുള്ള പാച്ച് വലിയ കാര്യമായിട്ട്. അപ്പോൾ അതെല്ലാം ചെയ്യണം. അപ്പം ബാക്കി നമുക്ക് അടുത്തതായിട്ട് കാണാം. നമ്മൾ വീലൊക്കെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ലോക്കായി കിടക്കുമായിരുന്നു. എന്നാലും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനൊന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഗ്രില്ലെന്ന് പറഞ്ഞാൽ ഒരു 3-3.5 കിലോയ്ക്ക് മേളിൽ ഭാരമുണ്ട്. സ്റ്റീലിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടായി നിൽക്കുവാണേ. നമ്മൾ വണ്ടി വെളിയിലോട്ടിറക്കി. കക്ഷി റണ്ണിങ് ഒക്കെയാണ് കേട്ടോ. ബ്രേക്ക് കുറവാണ്. ഞാനിപ്പോൾ അവിടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. ടയർ കടയിലോട്ട് പോവാണ്. ഓയിൽ കുറവാണ്. ഓയിൽ വിനോദത്തിലാണ് കിടക്കുന്നത്.
അത്യാവശ്യം ഓടുന്നത്. ഇനിയിപ്പോൾ ഓയിൽ മാറണം. ടോപ്പ് ഗിയറിലാണ് പോകുന്നത്. ഇപ്പം നിലവിൽ മുടിഞ്ഞ വലിയ കേട്ടോ, സ്റ്റിയറിംഗ് ഒക്കെ ടൈറ്റാണ്. ഞാനത് അങ്ങോട്ട് ചെല്ലട്ടെ. കാറ്റടിക്കാൻ വന്ന് കിടക്കുകയാണ്. സ്കോറാണ്. ഇന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണമെന്നാണ് ആഗ്രഹം. കാറ്റെല്ലാം അടിച്ചു കഴിഞ്ഞ് ഓൺ ഡ്രൈവിംഗ് ആൻഡ് വീഡിയോ ഷൂട്ടിംഗ് ആണ്. ബ്രേക്ക് കുറവാണ്, പക്ഷേ എന്നാലും മൂന്നാമത്തെ പമ്പിങ്ങിലൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ 4ാമത്തെ കയറി ഞാൻ നല്ല വളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫോണൊന്നും ഇല്ല, അങ്ങ് പോവാം അതൊക്കെ. പേപ്പറെല്ലാം കറക്റ്റാണ്, നമുക്കൊരു സീനും ഇല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. 2024 4ാം മാസം വരെ കക്ഷി ഓക്കെയാണ്. അതുപോലെ എൻ്റെ ഡ്രൈവർ സൈഡിലെ ഡോറ് പില്ലറയിൽ ബി പില്ലറ ഇടിച്ച് നിൽക്കുകയാണല്ലോ, അതിൽ ലോക്കൊക്കെ സെറ്റ് ചെയ്യണം. ക്ലച്ച് വണ്ടി നമ്മൾ നിർത്താൻ പോവുകയാണ്. നിർത്താൻ വലിയ ടെക്നിക്കൊന്നും ഇല്ല. ഇതാണ് പമ്പിൻ്റെ, ഇത് ആക്സിലേറ്റർ, ഇത് സ്റ്റോപ്പർ. ഈ സ്റ്റോപ്പറെ പിടിച്ച് ഇങ്ങോട്ട് വലിച്ച ഈ വണ്ടി നിൽക്കും, കണ്ടോണം. വണ്ടി വന്ന് നിൽക്കുകയാണ്. അപ്പം വെള്ളമൊക്കെ ഉണ്ട്, മൊത്തത്തിൽ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഹീറ്റായി നിൽക്കുകയാണ്, ന്യായമായിട്ട് ഹീറ്റായിട്ടുണ്ട്. അപ്പം ഈ ഹീറ്റിങ്ങൊക്കെ ഒന്ന് കുറയ്ക്കണം. വെള്ളം ഇനി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളം തെറിച്ച് കയ്യേ വേണ്ടിയിട്ടുണ്ട്, പക്ഷേ പുള്ളിയൊന്നുമില്ല. എന്നാലും വെള്ളമുണ്ട് ഇതിനകത്ത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ തുറക്കരുതാത്തതാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല വെള്ളം തെറിക്കുന്നത്, പക്ഷേ വെള്ളം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെള്ളം ചൂടില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതാണ് കണ്ടീഷൻ. ഇപ്പോൾ ഇവനെ ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. അപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത് കണ്ടല്ലോ, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അപ്പം തള്ളിപ്പോരും എനിക്കറിയാവുന്നൊരു കാര്യമാണ്, പക്ഷേ ഒരു അപാകത. അപ്പോൾ അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്, നമ്മുടെ ഓടി വന്ന വണ്ടിയുടെ റേഡിയേറ്റർ ക്യാപ്പ് തുറക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോയ്ക്കകത്തുള്ളൂ. വളരെ ഹ്രസ്വമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻ അതിൻ്റെ ഇഞ്ചിൻ ഓയിൽ മാറുന്നത്, പിന്നെ നമ്മളതിൻ്റെ പമ്പൊന്ന് ഒന്ന് ട്യൂൺ ചെയ്യാൻ കൊടുക്കണം, ടൈമിംഗ് ഒന്ന് റെഡിയാക്കാൻ. അപ്പോൾ അത് നമ്മൾ വണ്ടി കൊണ്ടു കൊടുക്കുന്നുണ്ട്. സർവീസ് ചെയ്യാൻ ഓൾറെഡി ഞാൻ വീട്ടിൽ തന്നെ മെഷീനുണ്ട്, ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാച്ച് വർക്കിൻ്റെ അപ്ഡേഷനൊക്കെ നടന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ് ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.